നമസ്കാരം, എല്ലാവർക്കും സാപ്പിയൻസ് PSC സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിച്ചു തുടങ്ങുകയാണ്. മുൻവർഷ ചോദ്യ പേപ്പറിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് 75/2021 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാനായി പോകുന്നത്. ഓരോ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമാണ് ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നതിനായി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു നോക്കുക. റീഡ് ദ ഫോളോവിംഗ് സെന്റൻസസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പതിവ് കണക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർത്താണ്ഡവർമ്മ ഇൻ ട്രാവൻകൂർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പതിവ് കണക്ക് സമ്പ്രദായം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. രണ്ട്, ശുചീന്ദ്രം കൈമുക്ക് വാസ് സ്റ്റോപ്ഡ് ബൈ സ്വാതി തിരുനാൾ രാമവർമ്മ. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന, ദേവദാസി സിസ്റ്റം വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റീൻ ഓഫ് ദ സേതുലക്ഷ്മി ബായി. സേതുലക്ഷ്മി ബായി തമ്പുരാട്ടിയുടെ കാലഘട്ടത്തിലാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്ലേവറി വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റീൻ ഓഫ് സേതുലക്ഷ്മി ബായി. അടിമത്തം നിർത്തലാക്കിയത് സേതുലക്ഷ്മി ബായിയുടെ കാലഘട്ടത്തിലാണ് എന്നാണ് നാല് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ, സെലക്ട് ദ ട്രൂ ആൻസർ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ പറയുന്നു ഓൾ ഓഫ് ദി അബവ്, എല്ലാം ശരിയാണ് എന്ന് പറയുന്നു. 1, 2, 3, 4 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ബി പറയുന്നു 1ഉം 2ഉം ശരിയാണെന്ന് പറയുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് ഓപ്ഷൻ ബി പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു 1, 2, 3 ശരി, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു 1, 2, 4 ശരിയാണെന്ന് പറയുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് എല്ലാ ഓപ്ഷനിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് എല്ലാ ഓപ്ഷനിലും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ദേവദാസി സിസ്റ്റം വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റീൻ ഓഫ് സേതുലക്ഷ്മി ബായി. ദേവദാസി സമ്പ്രദായം അഥവാ കുടിക്കാരി സമ്പ്രദായം നിർത്തലാക്കിയത് സേതുലക്ഷ്മി ബായി. അതും ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയാണ് എന്നുള്ളത് മനസ്സിലാക്കി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നാലാമത്തത് എന്താണ്? ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്ലേവറി വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റീൻ ഓഫ് സേതുലക്ഷ്മി ബായി. അടിമത്തം നിർത്തലാക്കിയത് സേതുലക്ഷ്മി ബായി. അത് തെറ്റാണ്. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് എന്നാണെന്നറിയാമോ? തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് 1812 1812 അടിമത്തം നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മി ഭായ് ആണ്. 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മി ഭായ് ആണ്, സേതുലക്ഷ്മി അല്ല, ഗൗരി ലക്ഷ്മി ഭായ്. 1810 മുതൽ 1815 വരെ, 1810 മുതൽ 1815 വരെയാണ് ആരുടെ ഭരണകാലഘട്ടം? ഗൗരി ലക്ഷ്മി ഭായിയുടെ ഭരണകാലഘട്ടം. 1810 1815. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ബായി. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ബായി. ഓക്കെ അല്ലേ? ഇനി എന്താ പറയാനുള്ളത്? ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ചതും ആര് തന്നെയാണ്? ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാലും ഗൗരി ലക്ഷ്മി ബായി ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി ആര്? ഗൗരി ലക്ഷ്മി ബായി. ഈ ഗൗരി ലക്ഷ്മി ഭായിയുടെ ഭരണകാലഘട്ടം 1810 മുതൽ 1815 വരെയാണ്. 1810 1815 വരെയാണ് ഗൗരി ലക്ഷ്മി ഭായിയുടെ ഭരണകാലഘട്ടം. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ഭായി. തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു കാലം ഭരണം വഹിച്ചത് ആരാണ്? ഗൗരി ലക്ഷ്മി ഭായി ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തല്ലോ. പിന്നെ ഉള്ളതാണ് നമുക്ക് ഇവിടെ വേറൊരാളുടെ പേര് പറഞ്ഞു, സേതുലക്ഷ്മി ബായി. സേതുലക്ഷ്മി ബായി അല്ലെ? സേതുലക്ഷ്മി ബായിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? 1924 മുതൽ 1931 വരെ ഭരിച്ചയാളാണ്
സേതുലക്ഷ്മി ബായി. 1924 മുതൽ 1931 വരെ ഭരിച്ചയാളാണ് സേതുലക്ഷ്മി ബായി. ഈ സേതുലക്ഷ്മി ബായിയുടെ കാലഘട്ടത്തിലാണ് എന്ത് ദേവദാസി സമ്പ്രദായം 1925 ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, കുടിക്കാരി സമ്പ്രദായം നിർത്തലാക്കി. പിന്നെ തിരുവിതാംകൂറിൽ പഞ്ചായത്ത് രൂപീകരണം 1925 പഞ്ചായത്തുകളുടെ രൂപീകരണം 1925 സേതുലക്ഷ്മി ഭായിയുടെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ഈ ചോദ്യം വ്യക്തമാണ് അല്ലെ. പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ, ശുചീന്ദ്ര കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ. അത് രണ്ടും യാതൊരു സംശയവുമില്ല. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മിബായി അല്ല, സേതു ലക്ഷ്മിയാണ്. എന്നാൽ അടിമത്തം നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മി ഭായി 1812. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? നോക്കാം. Which of the following pairs are correctly matched? ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്? KP വള്ളോൻ പുലയ മഹാസഭ ശരിയായിട്ടുള്ള ജോഡിയാണ്. KP വള്ളോൻ പുലയ മഹാസഭയുമായി ബന്ധപ്പെട്ട ആളാണ്. അടുത്തത് അയ്യാ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പു. അയ്യാ വൈകുണ്ഠൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമിയാണ്. അയ്യാ വൈകുണ്ഠൻ എന്നറിയപ്പെടുന്നത്. ഈ വൈകുണ്ഠസ്വാമിയുടെ വിശ്വാസമായിരുന്നു ഏത്? വൈകുണ്ഠസ്വാമിയുടെ വിശ്വാസമായിരുന്നു അയ്യാ വഴി. ഈ അയ്യാ വഴിയുടെ ഭാഗമായി ഉള്ള ഒരു കൃതിയാണ് ഏത്? അതുമായി ബന്ധപ്പെട്ട കൃതിയാണ് അഖിലത്തിരുട്ട് അമ്മാനി. എന്താണ്? അഖിലത്തിരുട്ട് അമ്മാനി. അപ്പൊ അഖിലത്തിരുട്ട് അമ്മാനി എന്ന് പറയുന്നത് ആരുടെ കൃതി? അയ്യാ വൈകുണ്ഠ അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമി. ഈ അഖിലത്തിരുട്ടിനകത്തെ ഒരു ഭാഗമാണ് ഉച്ചിപ്പതിപ്പ്. അഖിലത്തിരുട്ട് അമ്മാനി എന്ന് പറയുന്നതിനകത്ത് ഒരു ഭാഗമാണ് ഉച്ചിപ്പതിപ്പ്. അപ്പൊ അയ്യാ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ് എന്നുള്ളത് ശരിയായിട്ടുള്ള ജോലിയാണ്. CP അച്യുതമേനോൻ വിദ്യാവിനോദിനി, അതും ശരിയായിട്ടുള്ള മാച്ചിങ് ആണ്. CP അച്യുതമേനോൻ വിദ്യാവിനോദിനി. പിന്നെ ഉള്ള എന്താ? GK മാധവൻ ധന്വന്തരി. ഈ ധന്വന്തരി എന്ന് പറയുന്നത് എന്താണ്? ഈ ധന്വന്തരി എന്ന് പറയുന്നത് കോട്ടക്കൽ ആര്യ വൈദ്യശാല കേട്ടിട്ടുണ്ട് അല്ലെ. വൈദ്യരത്നം PS വാര്യരുടെ സ്ഥാപിച്ചതാണ് കോട്ടക്കൽ ആര്യ വൈദ്യശാല. ഈ വൈദ്യരത്നം PS വാര്യരുടെ കൃതിയാണ് ഏത്? ധന്വന്തരി. അപ്പൊ ഈ മാച്ച് ഇതെന്തല്ല, ഇത് ശരിയായിട്ടുള്ള ജോഡിയല്ല. 1, 2, 3 ശരി. 1, 2, 3 ശരി പറയുന്നത് ഏതാ? ഓപ്ഷൻ ബി. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചോദ്യവും മനസ്സിലാക്കി പോവുക. അടുത്ത ഒരു ചോദ്യം കൂടെ നമുക്ക് പരിചയപ്പെടാം. മൂന്നാമത്തെ ചോദ്യം. Which of the following statements about responsible government in Kerala is or are true? ഉത്തരവാദിത്ത കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പട്ട് എ താണുപിള്ളെ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. 2, ധർമ്മരാജ്യം ഈസ് എ ബുക്ക് റിലേറ്റഡ് ടു ദ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കേരള. മൂന്നാമത്തത്, ദ നെയിം ഓഫ് അൽക്കാമച്ചെറിയാൻ വാസ് അസോസിയേറ്റഡ് വിത്ത് ദ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കേരള. 4, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സോങ് വാസ് കമ്പോസ്ഡ് ബൈ ആർ സുഗതൻ. ശരി, നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഞാൻ TSC എന്ന് എഴുതി. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഇത് രൂപം കൊണ്ടത് എന്ന് അത് അവിടുന്ന് പഠിച്ചു തുടങ്ങാം. 1938 പോയിന്റ് പഠിച്ചല്ലോ. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏത്? 1938. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് പട്ടം താണുപിള്ള എന്നുള്ളത് പഠിക്കൂ. പട്ടം താണുപിള്ള. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കിട്ടി. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938 അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ള. അടുത്തത് എന്താണ്? ധർമ്മരാജ്യം എന്ന് പറയുന്ന ബുക്ക്. ധർമ്മരാജ്യം ഈസ് എ ബുക്ക് റിലേറ്റഡ് ടു ദ സ്ട്രഗിൾ ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കേരള. ധർമ്മരാജ്യം എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണ്? സി നാരായണപിള്ള. ധർമ്മരാജ്യം എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണ്? സി നാരായണപിള്ളയുടെ കൃതിയാണ് ഏത്? ധർമ്മരാജ്യം. അതും ശരിയായിട്ടുള്ളതാണ്. ഈ ധർമ്മരാജ്യം
ഈ ധർമ്മരാജ്യം എന്ന് പറയുന്ന കൃതിയിൽ ഈ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയുള്ള ഒരു കൃതിയായിരുന്നു ധർമ്മരാജ്യം. അതും എന്താണ്, റെസ്പോൺസിബിൾ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ് ഇത് ധർമ്മരാജ്യം. അപ്പൊ അതും എന്തായി ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെക്സ്റ്റ് വൺ, ദ നെയിം ഓഫ് അക്കാമ ചെറിയാൻ. അപ്പൊ അക്കാമ ചെറിയാനെ കുറിച്ച്, ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ നേതാക്കളെ 1938 അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെതിരെ പ്രക്ഷോഭം നയിച്ചയാളാണ് ആര്? അക്കാമ ചെറിയാൻ. രാജകൊട്ടാരത്തിലേക്ക് പ്രക്ഷോഭം നയിച്ചയാളാണ് അക്കാമ ചെറിയാൻ. അങ്ങനെ ഗാന്ധിജി അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് എന്താണ്? തിരുവിതാംകൂറിലെ ഝാൻസി റാണി. അപ്പം അക്കാമ ചെറിയാൻ എന്ന പേര് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കേരളയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സോങ് വാസ് കമ്പോസ്ഡ് ബൈ ആർ സുഗതൻ. അത് തെറ്റാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സമരഗാനം അതാണ് വരിക വരിക സഹചരേ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സമരഗാനമായ വരിക വരിക സഹചരേ എന്ന് പറയുന്നത് രചിച്ചത് അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ള. അപ്പൊ അത് ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. 1, 2, 3 ശരി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടുത്തെ. ഓക്കെ അല്ലേ? അപ്പൊ മൂന്നാമത്തെ ചോദ്യവും നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഡസ് നോട്ട് ബിലോങ് ടു ദ സെയിം കാറ്റഗറി? ഒരേ കാറ്റഗറിയിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. ഉൽഗുലാൻ മൂവ്മെന്റ്, സാഫാഹാർ മൂവ്മെന്റ്, കാച്ചാനാഗ റെബലിയൻ, ഗദ്ദാർ മൂവ്മെന്റ്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 3 മാത്രം, ഓപ്ഷൻ ഡി 4 മാത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഉൽഗുലാൻ മൂവ്മെന്റ് ആയാലും സാഫാഹാർ മൂവ്മെന്റ് ആയാലും കാച്ചാനാഗ മൂവ്മെന്റ് ആയാലും ഇതൊക്കെ ട്രൈബൽ റെബലിയനാണ്. ട്രൈബൽ പ്രക്ഷോഭങ്ങളാണ് ഉൽഗുലാൻ മൂവ്മെന്റ്, സാഫാഹാർ മൂവ്മെന്റ്, കാച്ചാനാഗ റെബലിയൻ. അപ്പൊ അതെല്ലാം അങ്ങനെ. ഈ ഉൽഗുലാൻ മൂവ്മെന്റിന്റെ നേതാവാണ് ബിർസ മുണ്ട. ഉൽഗുലാൻ മൂവ്മെന്റിന്റെ നേതാവാണ് ബിർസ മുണ്ട എന്ന് പറയുന്നത്, ബിർസ മുണ്ട. അതുപോലെ തന്നെ സാഫാഹാർ മൂവ്മെന്റ് വടക്ക് കിഴക്കൻ മേഖലയിൽ നടക്കുന്ന ട്രൈബൽ പ്രക്ഷോഭമാണ്. കാച്ചാനാഗ റെബലിയൻ വടക്ക് കിഴക്കൻ മേഖലയിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭമാണ്. നെക്സ്റ്റ്, ഗദ്ദാർ മൂവ്മെന്റിന്റെ നേതാവാണ് ലാലാ ഹർദയാൽ ആണ് ഗദ്ദാർ മൂവ്മെന്റിന്റെ നേതാവ്. USA, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലെ വിദേശ രാജ്യത്തുള്ള ഇന്ത്യക്കാർ, USA, കാനഡ എന്നീ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ ചേർന്ന് രൂപീകരിച്ചു. എന്തിനു വേണ്ടി? 1-ാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യക്കാരെ സ്വതന്ത്രരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വിദേശികളായ ഭാരതീയർ ചേർന്ന് രൂപീകരിച്ചതാണ് ഇത് ഗദ്ദാർ മൂവ്മെന്റ്. അതിന്റെ നേതാവ് ലാലാ ഹർദയാൽ. ഓർത്തു വെച്ചോ. അപ്പൊ ഇതിനകത്ത് 1 മാത്രമേ ഉള്ളൂ എന്ത് വേറിട്ട് നിൽക്കുന്നത്, 4 മാത്രം. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണ്. 5-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ചിപ്കോ മൂവ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചിപ്കോ മൂവ്മെന്റ് വാസ് ആൻ അഗ്രഗേറിയൻ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ് എന്നാണ്, അല്ലെങ്കിൽ പരിസ്ഥിതി മൂവ്മെന്റ് ആണെന്നാണ് പറഞ്ഞത്. 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചിപ്കോ മൂവ്മെന്റ് ഗോട്ട് ഇൻസ്പയർഡ് ബൈ സർവോദയ മൂവ്മെന്റ്. സർവോദയ മൂവ്മെന്റിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ടാണ് ചിപ്കോ മൂവ്മെന്റ് രൂപം കൊണ്ടത്. 3-ാമത്തത്, ഗൗരാദേവി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലീഡർ ഓഫ് ചിപ്കോ മൂവ്മെന്റ്. ഗൗരാദേവി ചിപ്കോ മൂവ്മെന്റ് പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. എന്താണ് ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ചിപ്കോ മൂവ്മെന്റ് ആർ നോട്ട് കറക്റ്റ്? ശരിയല്ലാത്തതേത് എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം കെട്ടിപ്പിടിക്കുക എന്നാണ്. ചിപ്കോ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. പണ്ട് സ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കാർ. ചിപ്കോ മൂവ്മെന്റ് ഇതൊരു പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനമാണ്. പരിസ്ഥിതി സംരക്ഷണമാണ്. എന്തല്ല? അഗ്രഗേറിയൻ അല്ല. ഓക്കെ അല്ലേ? അഗ്രഗേറിയൻ ഒരു കാർഷിക മൂവ്മെന്റ് അല്ല കേട്ടോ. ഇതൊരു പരിസ്ഥിതി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, ചിപ്കോ മൂവ്മെന്റ് ഗോട്ട് ഇൻസ്പയർഡ് ബൈ സർവോദയ മൂവ്മെന്റ്. സർവോദയ മൂവ്മെന്റിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ടുള്ളതാണ് ചിപ്കോ മൂവ്മെന്റ്. അത് വളരെ ശരിയായിട്ടുള്ളതാണ്. അടുത്ത, ഗൗരാദേവി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലീഡർ ഇൻ ചിപ്കോ മൂവ്മെന്റ്. അതും ശരിയാണ്. സുന്ദർലാൽ ബഹുഗുണ ഒരു ലീഡർ ആയിരുന്നു.
ഗൗരാദേവി ഒരു ലീഡർ ആയിരുന്നു. ചണ്ഡി പ്രസാദ് ഒരു ലീഡർ ആയിരുന്നു. ചണ്ഡി ചണ്ഡി പ്രസാദ് ഇവരെല്ലാം ചിപ്കോ മൂവ്മെന്റ് നേതാക്കന്മാരാണ്. ഈ 3 പേർ. ആരൊക്കെ ഞാൻ പറഞ്ഞേ? ഗൗരാദേവിയെ ഞാൻ പറഞ്ഞു, പിന്നെന്താണ്, ചണ്ഡി പ്രസാദിനെ പറഞ്ഞു, സുന്ദർലാൽ ബഹുഗുണെ പറഞ്ഞു. ഇവരൊക്കെ ആരാ? ചിപ്കോ മൂവ്മെന്റ് നേതാക്കന്മാരാണ്. അപ്പൊ അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഏത് മാത്രമേ ഉള്ളൂ തെറ്റായിട്ടുള്ളത്? ഒന്ന് തെറ്റാണ്. ഒന്ന് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. പറഞ്ഞ പോയിന്റുകളൊക്കെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്യുന്നതിന് കുറച്ച് എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മുന്നോട്ടും ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.